ശബരിമല വിഷയത്തിൽ മണിയിൽ തട്ടി രഹസ്യങ്ങൾ തുറക്കുമോ അതോ അവിടെ വെച്ച് അവസാനിച്ചു പോകും? എൻ്റെ മാഷെ, ഈ സെമന്തകമണിയുടെ രഹസ്യത്തിനേക്കാൾ വലിയ രഹസ്യമാണ് ഈ മണിയുടെ രഹസ്യം. ഈ ഡി മണി എന്ന് പറയുന്ന രണ്ട് തരത്തിൽ പറഞ്ഞ ഡയമണ്ട് മണി എന്ന് പറയുന്നുണ്ട്, അതുപോലെ ദാവൂദ് മണി എന്നും പറഞ്ഞിനി ധാരാവി മണിയാണോന്നും നമുക്കറിയില്ല. ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു മണിയാണിത് കേട്ടോ. ഇപ്പോൾ ശബരിമല അന്വേഷണത്തിൽ ഇപ്പോൾ കൂട്ടമണി അടിക്കുകയാണ്. ആ തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് രഹസ്യങ്ങൾ ചുരുൾ നിവരുകയാണ്. ഇദ്ദേഹത്തിന് എന്തായിരുന്നു നേരത്തെയുള്ള ജോലി എന്നറിയാമോ? തമിഴ്നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ആളായിരുന്നു 7 വർഷം മുൻപ്. അതാണിപ്പോൾ കോടീശ്വരൻ. 7 വർഷം മുമ്പ് ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന മണിയാണിപ്പോൾ കോടീശ്വരനായിട്ട് രാജ്യാന്തര പ്രശസ്തനായിട്ട് തീർന്നിരിക്കുന്നത്. ഇയാൾ ദിണ്ടിഗൽ സ്വദേശിയാണെന്ന് പറയുന്നു. അല്ല, സാക്ഷാൽ ശ്രീ അയ്യപ്പൻ എവിടാ ജനിച്ചത്? ജന്മസ്ഥലം എവിടാ? പന്തളം. അവിടെ തന്നെ ജനിച്ച ഒരു മനുഷ്യനാണ്. പന്തളംകാരന്. ആ പന്തളത്ത് ജനിച്ച ഒരാളാണെന്നുള്ളതിന് സാക്ഷ്യങ്ങളുണ്ട്. ആ മനുഷ്യനാണ് തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ ഭരണാധികാരി വർഗത്തിൻ്റെ പോലും സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ട് വളർന്നു വന്നത്. പോലീസൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ സ്റ്റാലിൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും ഈ മണി പറഞ്ഞാൽ റെഡി. അത്ര സ്വാധീനം. അവരെ എങ്ങോട്ട് പോകണമെന്ന് പുള്ളി പറയും. ഉദാഹരണത്തിന് ദിണ്ടിഗലിൽ നമ്മുടെ SIT ചെന്നപ്പോൾ DIG ലെവലിലുള്ളവരാണ് പോയത്. ദിണ്ടിഗലിലെ പോലീസ് ഒന്നും ചെയ്യാതെ അവിടുന്ന് സ്ഥലം വിട്ടു. എന്താ കാര്യം? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഒഫീഷ്യലാണല്ലോ, അതുകൊണ്ട് അവർക്ക് സഹായം കൊടുക്കേണ്ടി വരും. അതുവഴിയൊക്കെ മണി പറഞ്ഞു സ്ഥലം വിട്ടേക്ക്, സ്റ്റേഷൻ വിടാൻ പറഞ്ഞു. അവിടെ സ്ഥലം വിട്ടു. എന്നിട്ട് മണി പറഞ്ഞ ഭാഷ നമ്മൾ കേട്ടോ, മണി ഭാഷ. ഇത് ഞാൻ MS മണി താണ്ടാ, നീ ആരടാ, നിനക്ക് തെറ്റിപ്പോയി. എന്തൊരു ആത്മവിശ്വാസത്തോടു കൂടി ആ കള്ളം പറഞ്ഞു. ടവർ ലൊക്കേഷൻ വെച്ചും ബാക്കി കാര്യങ്ങൾ വ്യവസായി ആണല്ലോ വിവരം കൊടുത്തത്. വ്യവസായിയുടെ കാര്യം പോക്കാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ആ വ്യവസായി പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഫോട്ടോ കാണിച്ചു, എല്ലാം കാണിച്ചു നോക്കിയ വ്യവസായി പറഞ്ഞു ഇവൻ താനടാ അവൻ. അങ്ങനെയുള്ള മണിയാണ്. ആ മണിക്ക് സ്വർണ്ണ കച്ചവടം, വിഗ്രഹ കച്ചവടം, ഇതെല്ലാം ഉണ്ട്. അതിന് പുറകെ ഒരു കച്ചവടം എന്താണെന്നറിയോ? ഇറീഡിയം. പഴയ ക്ഷേത്ര ഇറീഡിയത്തിന്റെ കച്ചവടവും ഉണ്ട്. തിരുവനന്തപുരത്ത് നിരവധി തവണ എത്തിയിട്ടുണ്ട്. ആരുടെയൊക്കെ ഇറീഡിയമാണ് പോയിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഓട്ടോ ഡ്രൈവറായി ജീവിതം നയിച്ച ആള് ഇറീഡിയത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നേരത്തെ ഒരു കേസുണ്ടായിരുന്നു. ഇറീഡിയം തട്ടിപ്പിലൂടെ മാത്രം 25 കോടിയിലധികം രൂപ നേടിയെടുത്ത ഒരാളിനെ കുറിച്ചുള്ള കേസുണ്ട്. ആരും ഇന്നുവരെ പിടികിട്ടിയിട്ടില്ല. ആ മണി തന്നെയാണോ ഈ മണി എന്നുള്ള ഒരു സംശയം ഇപ്പോൾ വരുന്നുണ്ട്. 25 കോടിയുടെ തട്ടിപ്പ് നടത്തിയത്. വ്യാജരേഖ സൃഷ്ടിച്ച്, അതായത് റിസർവ് ബാങ്കിൻ്റെ പേരിൽ വ്യാജരേഖ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇയാൾ ചെയ്തിരുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഈ ഡി മണി അവിടെ MS മണിയായിട്ട് മാറുന്നത്. അയാൾ ഒരൊറ്റ സിം കാർഡ് ഉപയോഗിച്ചിട്ട് ഒരൊറ്റ മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് അയാളുടെ കയ്യിലില്ല. കാരണം മൊബൈൽ ഫോണിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ടവർ ലൊക്കേഷൻ അറിയും, ആളെ പിടികൂടും. അപ്പോൾ കൗശലക്കാരനും വളരെ പ്ലാൻഡായിട്ട് തന്നെ അയാൾ പിടിക്കുന്നത്. അതുപോലെ തന്നെ പലരിൽ നിന്നും 10 കോടിയോളം രൂപ വാങ്ങിച്ച തട്ടിപ്പുണ്ട് ഇയാളുടെ. പലരിൽ നിന്നും 10 കോടിയോളം. അതെ, അതെന്തിന് എങ്ങനെയായിരുന്നു അറിയാമോ? ഇറീഡിയം നൽകാം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഈ കോടി നടത്തിയത്. അങ്ങനെ തിരുവനന്തപുരത്ത് പല കുറി ഇയാൾ വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പല കുറി ഇയാൾ സംസാരം നടത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടന്നത് ഏത് മാസമായിരുന്നു? 2 മാസം മുൻപല്ലേ? 2 മാസം മുമ്പ്. കൃത്യം ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രതിനിധി അതിന് മുമ്പ് തമ്പടിച്ച് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായൊരു ഹോട്ടലിലായി, സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ. അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്നത് NSS ആണ്, നായർ സർവീസ് സൊസൈറ്റിയാണ്. അവിടെ തമ്പടിച്ച് മാസങ്ങളോളം താമസിച്ചു. സാധാരണ ആളുകൾ 1-2 ദിവസം മാത്രം താമസിക്കുന്ന സ്ഥലത്ത് വലിയൊരു പ്ലാൻ, മെഗാ പ്ലാൻ ഉണ്ടായിരുന്നു. മെഗാ പ്ലാൻ, അതായത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് ചുവട്ടിൽ തന്നെ ആണ് ഈ കള്ളത്തരം ആസൂത്രണം ചെയ്തത്. പണക്കൈമാറ്റം, സ്വർണ്ണ കൈമാറ്റം, ഒരു പക്ഷേ വിഗ്രഹ കൈമാറ്റം പോലും അവിടെ വെച്ചാണ് പട്ടാപ്പകൽ നടന്നിട്ടുള്ളത്.
അപ്പോൾ എന്തൊരു വിക്രമശാലിയാണ് ഇയാളെന്നുള്ളതിന് വേറെ ഉദാഹരണങ്ങൾ വല്ലതും വേണോ? എല്ലാവരും കായംകുളം കൊച്ചുണ്ണിയാണല്ലോ. കായംകുളം കൊച്ചുണ്ണിയാണ്, ഇത് വല്യുണ്ണിയാണ്, വലിയ ഉണ്ണിയാണ്, ഒരു സംശയവുമില്ലാത്ത ഒരു മണിയാണ്. ഇയാളുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റഡി സാധ്യത പറയും. പക്ഷേ ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റില്ല. 2 ദിവസം സമയം കൊടുത്തിരിക്കുക. ഇയാൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അത്തരം ഒരു അസാധ്യമായ വിക്രമശാലിയാണ്, അല്ലെങ്കിൽ കൗശലക്കാരനാണ്. ഇയാളിപ്പോൾ തൽക്കാലം സൂത്രത്തിൽ ഹൈക്കോടതിയിൽ, ചെന്നൈ ഹൈക്കോടതിയിൽ ജാമ്യം തേടി. മിക്കവാറും ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ. അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത്. അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് കണ്ടീഷൻ പറഞ്ഞു. അതാണ്, ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇയാൾ കള്ളത്തരം കാണിക്കാൻ മാത്രമേ പറയുന്നത് മുഴുവൻ കള്ളമാണ്. SITക്ക് തന്നെ ബോധ്യമായി മൊഴിയിൽ അടിമുടി പൊരുത്തക്കേടാണ് നടന്നിട്ടുള്ളത്. മുഴുവൻ പൊരുത്തക്കേടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ SIT തിരിച്ചിങ്ങ് പോകുന്നു. പാവം, അവർക്ക് പോലീസിൻ്റെ സഹായമില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ അന്തർ സംസ്ഥാന ബാധ്യതകളുള്ള ഒരു കേസാണിത്. അപ്പോൾ ഈ SITയെ കൊണ്ടൊന്നും പറ്റില്ല. 2 ആഴ്ച കൂടി അവർ പുട്ടുമഴിച്ച് ഇങ്ങനെ കഴിയുകയെന്നല്ല. പണ്ട് ശ്രീനിവാസൻ അമേരിക്ക കിരീടത്തിൻ്റെ അന്വേഷണത്തിന് പോയപ്പോൾ മോഹൻലാലിനോട് പറയുന്നില്ല, നമുക്ക് അങ്ങ് സുഖമായിട്ട് ഇവിടെ കിരീടമൊക്കെ നമുക്കെന്ത് വേണം, നമുക്ക് സുഖമായിട്ട് ചാപ്പാടും കഴിച്ച് ഇവിടെ കഴിയാം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ SITയുടെ പോക്ക്. ഇതെന്താ ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടെങ്കിൽ വരാൻ എന്തായാലും ഇത്ര വിഷമം എന്താ? സംശയാസ്പദം. നിയമത്തിന്റെ നൂലമാലകളിൽ അയാൾ അതിന്റെ മുമ്പിലേക്ക് എടുത്തിടുന്നു. അല്ല, 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയാൽ മതിയല്ലോ. കസ്റ്റഡി എടുത്തോണ്ട് വരാം. ഇങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള അവസരം കൊടുത്തു. കൊടുത്തു. അതാണ്. അല്ല, ഒന്നും പേടിപ്പിക്കാതിരുന്നാൽ മതിയല്ലോ. അതാണല്ലോ പോലീസ് ചെയ്യേണ്ട കാര്യം. അറസ്റ്റ് ചെയ്യുന്ന പോലീസ് സുരക്ഷയിൽ കൊണ്ടുവരാമല്ലോ. അല്ല, തൻ്റെ ഇടമുള്ള മനുഷ്യനാണ് അദ്ദേഹം. അല്ല, പോലീസിനെ കണ്ട് പേടിച്ച് കരയുന്ന ആളൊന്നുമല്ല. പോലീസ് അയാളെ കണ്ടു പേടിച്ചു. എന്നാണ് പറയുന്നത്. മുതിർന്ന അഭിഭാഷകരെയും മണിയുടെ ബന്ധുക്കൾ കണ്ടിരുന്നു. കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ മണിയുടെ ബന്ധുക്കൾ കണ്ട് ജാമ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. വലിയ സ്വാധീനമുള്ള, പോലീസിനേക്കാൾ സ്വാധീനമുള്ള ആളാണ് ഇദ്ദേഹം. കള്ളന് പോലീസിനേക്കാൾ സ്വാധീനം. FIR ദുർബലമാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അല്ല, ഇപ്പൊ ദുർബലമാണ്. SIT തന്നെ ദുർബലമല്ലേ? കോടതിയുടെ ഒരു മേൽനോട്ടം ഉള്ളതുകൊണ്ട് മാത്രമേ അത് പ്രവർത്തിക്കൂ. എങ്ങനെയും ഇതിൽ നിന്ന് ഊരി കിട്ടിയാൽ മതി എന്നും പറഞ്ഞിരിക്കുക അവര്. അപ്പൊ CBI തയ്യാറുമാണ്. ആ CBI അന്വേഷണം മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള മാർഗം. ഇത് നമുക്ക് പക്ഷെ ഹൈക്കോടതി വിധിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് ശുപാർശ ചെയ്യുക, ഇത് രണ്ടുമാണല്ലോ അതിനുള്ള മാർഗം. രണ്ടും ചെയ്യാൻ സാധ്യത കുറവാണ്. ഇനി ഒരു തെളിവും കൂടെ ഉണ്ട്. മണിയുടെ അക്കൗണ്ടുകളും അതുപോലെ തന്നെ പണമൊഴുക്ക്, മണി ഫ്ലോ ഉണ്ടല്ലോ, അതിൽ ബാങ്ക് വഴി പോകുന്ന എങ്ങോട്ടൊക്കെ എന്നുള്ളത് കിട്ടിയത്. കിട്ടാതെ കുഴൽപ്പണമായിട്ട് ഹവാലായിട്ടും എത്ര പോയെന്ന് നമുക്കറിയില്ല. അത് ഒരുപാട് അസ്വാഭാവികതയുള്ളതാണ്. എങ്ങോട്ടൊക്കെ പോയിരിക്കുന്നു, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു. ദിണ്ടിക്കലിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നല്ലേ അയാൾ പറഞ്ഞത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന് ഒരിക്കലും ആക്സസ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഈ പണം ഒഴുകി പോയിരിക്കുന്നത്. ഈ തെളിവും കൊണ്ട് വന്നു ഈ വർഷം മണി വരണ്ടേ? മണി ജാമ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെന്തുവാ? അവന് സ്വൈരമായിട്ട് വിഹരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മിക്കവാറും അത് കിട്ടുകയും ചെയ്യും. ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു FIR ഒന്നും അദ്ദേഹത്തിനെതിരെ ഇല്ലല്ലോ. സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. സംശയം ദുർബലമാണ്. അതുപോലെ തന്നെ ബാലമുരുകനെ വീണ്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അന്വേഷണ സംഘത്തിന് മുമ്പിൽ അവർ വന്നെങ്കിലല്ലേ പറ്റൂ. ഹാജരാക്കി എന്നുള്ളത് ചോദ്യം ചെയ്യുന്ന കോടതിയല്ലല്ലോ, കേരള ഗവൺമെന്റിൽ നിന്നുള്ള പോലീസുകാരല്ലേ ചോദ്യം ചെയ്യുന്നത്. ഈ പ്രാവശ്യം ചോദ്യം ചെയ്തൽ ഈഞ്ചക്കലല്ല, തിരുവനന്തപുരത്തെ ക്യാമ്പ് ഓഫീസിലാണ് ഈ ചോദ്യം ചെയ്യൽ. അതെ, ചോദ്യം ചെയ്യാം. ഇതൊന്നും ഒരു കാര്യവുമില്ല. എൻ്റെ ഈശ്വര, അയ്യപ്പ ഭഗവാൻ ക്യാമ്പ് പോലുള്ള ഭീകരതയൊന്നും ഇല്ലല്ലോ. ഭരണത്തിന്റെ ഒരു ഒത്താശ കാണുമല്ലോ. അയ്യപ്പ സ്വാമിയെ കാപ്പാത്തുകൊള്ളണേ എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഭക്തരുടെ ഹൃദയവ്യഥകൾ വർദ്ധിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കടവുളേ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.